ഉരുൾപൊട്ടലിൽ 400-ലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ച വയനാട്ടിലെ മുണ്ടക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച എത്തുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് സഹായ പ്രഖ്യാപനമാണ്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളുടെ പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയായാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശേഷി കൊണ്ടോ ജനങ്ങളുടെ സഹകരണം കൊണ്ടോ മാത്രം പുനർനിർമ്മാണം പൂർണ്ണമാകില്ലെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആവശ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമായ സഹായം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ദുരന്തമുണ്ടായ സമയം മുതൽ കേന്ദ്രസേനയുടെ സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതിൽ സംസ്ഥാന സർക്കാരിനും സംതൃപ്തിയുണ്ട്. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ദുഷ്കരമാകുമെന്നത് സംശയം വേണ്ട. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളം ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർ എന്നിവർ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശനിയാഴ്ച വയനാട്ടിലെത്തുമ്പോൾ പ്രധാനമന്ത്രി നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച വിമാനമാർഗം കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങളും വീടുകൾ നഷ്ടപ്പെട്ടവരെ താമസിപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പര്യടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പമുണ്ടാകും. ഉരുൾപൊട്ടൽ ദുരന്തം സാരമായി ബാധിച്ച പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ പര്യടനം നടത്തിയ ശേഷം കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറക്കുമെന്നാണ് സൂചന. തുടർന്ന് റോഡ് മാർഗം മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നും കരുതപ്പെടുന്നു. ഡൽഹിയിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച രാവിലെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 3:30 തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനു ശേഷമായിരിക്കും തീരുമാനിക്കുക.